I said we will start the next session with a little bit about myself. The reason recording comes in handy is because now we will have in Malayalam, because we also have the translation, this teaching which we don't have at all till now. ഈ റെക്കോർഡിംഗ് ചെയ്യുന്നത് ഒരു പല രീതിയിൽ പ്രയോജനമുണ്ടാകും. കാരണം ഞങ്ങൾക്ക് DST അതായത് ഡിവൈൻ ഹീലിംഗ് ടെക്നീഷ്യൻ്റെ ട്രെയിനിങ് 18 സെഷൻസും മറ്റ് ഭാഷയിലൊക്കെ ഏറെക്കുറെ ലഭ്യമാണ്, എന്നാൽ മലയാളത്തിൽ ഇല്ല. സോ ഈ 18 സെഷനും റെക്കോർഡ് ചെയ്യുന്നതിലൂടെ ഉണ്ടാകുന്ന ഒരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളത്തിൽ ഉള്ള ദൈവിക രോഗസൗഖ്യം ആ ഒരു പരിശീലനം റെക്കോർഡഡ് ആയിട്ട് നമുക്ക് വീണ്ടും ഉപയോഗിക്കാൻ വേണ്ടി അവൈലബിൾ ആയിരിക്കും. But when I am introducing about myself, I want to say that from the beginning, John Lake's approach and Karim Lake's approach is that no one is special. So this recording is not important because of me, it is because of the teaching. ഞാനിവിടെ എന്നെക്കുറിച്ച് പറയുന്നു എങ്കിലും അതിനു മുൻപേ ഒരു കാര്യം പറഞ്ഞോട്ടെ. ജോൺ ജി ലേക്കിൻ്റെ ആണെങ്കിലും കരീം ലേക്കിൻ്റെ ആണെങ്കിലും ഒരു സമീപനം എന്ന് പറഞ്ഞാൽ ആരും സ്പെഷ്യൽ അല്ല, ആരും ഒരു പ്രത്യേകതയുള്ള വ്യക്തിയല്ല എന്നൊരു സമീപനമാണ്. ഞാനും എന്നെ അങ്ങനെ തന്നെ കാണുന്നുള്ളൂ. ഞാൻ നിങ്ങളെ പരിശീലിപ്പിക്കുകയാണ്. ഞാനൊരു പ്രത്യേകതയുള്ള ഒരു വ്യക്തിയോ പ്രത്യേകമായി ഗിഫ്റ്റഡ് അല്ലെങ്കിൽ വരം ലഭിച്ച ആളോ അങ്ങനെയൊന്നുമല്ല. Some people approached us about getting these Karim Lake's teachings dubbed into Hindi or Tamil or Malayalam. ചില ആളുകൾ ഞങ്ങളെ സമീപിക്കാറുണ്ട്, അതായത് ജോൺ ജി ലേക്കിൻ്റെയും കരീം ലേക്കിൻ്റെയും ഒക്കെ ടീച്ചിങ്സ് അല്ലെങ്കിൽ പഠിപ്പിക്കുന്നതിനെ ഡബ് ചെയ്ത് ഹിന്ദിയിലോട്ടും മറ്റു ഭാഷകളിലോട്ടും ഒക്കെ ആക്കാനായിട്ട്. But that is not the intention of Karim Lake. പക്ഷേ കരീം ലേക്കിൻ്റെ യഥാർത്ഥ ഹൃദയത്തിലെ ആ ഒരു ഭാരം അല്ലെങ്കിൽ ആഗ്രഹം അതല്ല. This message, it is a training. That means this message should come through each vessel, each one of you, each one of us. കരീം ലേക്കിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം തൻ്റെ ഈ ഒരു പഠിപ്പിക്കൽ പല ഭാഷകളിലേക്ക് ഡബ് ചെയ്ത് അല്ലെങ്കിൽ തർജ്ജമ ചെയ്ത് പ്രശസ്തി ആർജിക്കണമെന്നല്ല. ഈ ഒരു പഠിപ്പിക്കൽ അല്ലെങ്കിൽ ഈ ഒരു പരിശീലനം നിങ്ങൾ ഓരോരുത്തരിലും കൂടെ മറ്റുള്ളവർ കാണണം എന്നതാണ്. Because when Karim Lake, Brother Karim Lake teaches, he will give examples from his experience. When I bring it out, I will share with my experience. Now when you go and share it with your circle of influence, you will give with your experience. ബ്രദർ കരീം പഠിപ്പിക്കുമ്പോൾ തൻ്റെ ജീവിതത്തിൽ നിന്നുള്ള ഉദാഹരണങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഓരോ സെഷൻസും പഠിപ്പിക്കുന്നത്. അതുപോലെ ഞാൻ പഠിപ്പിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ നിന്നുള്ള ഉദാഹരണങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഞാൻ പഠിപ്പിക്കുന്നത്. അങ്ങനെ തന്നെ നിങ്ങളും വ്യത്യസ്തരല്ല. അങ്ങനെ തന്നെ നിങ്ങളും ഈ ഒരു കാര്യം പഠിപ്പിക്കുമ്പോൾ, ഈ ഒരു പരിശീലനം നടത്തുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഉദാഹരണങ്ങൾ എടുത്ത് പറയാൻ പ്രാപ്തരായിരിക്കണം. When we say divine healing, usually people who come would be people who need healing, or they know somebody who needs healing, so they came here. Or the third would be, okay, I don't need healing, I don't know, I'm not coming for anybody else's healing, I came because I want to learn this. There will be 3 kinds of people. ദൈവിക രോഗസൗഖ്യം പഠിക്കാൻ വേണ്ടി വരുന്നവരിൽ 3 തരം ആളുകളുണ്ടാവും. ഒന്നെന്ന് പറയുന്നത് അവർക്ക് എന്തെങ്കിലും രോഗമുണ്ടായിരിക്കും, അതിൻ്റെ സൗഖ്യത്തിന് വേണ്ടിയിട്ടായിരിക്കും അവർ വരുന്നത്. 2, അവർക്ക് പരിചയമുള്ള ആർക്കെങ്കിലും രോഗമോ പ്രയാസമോ ഉണ്ടായിരിക്കും, അതിൻ്റെ പരിഹാരത്തിന് വേണ്ടിയിട്ടായിരിക്കും വരുന്നത്. ഇനി 3ാമത്തെ തരക്കാരെന്ന് പറയുന്നത് ഈ 2 തരമല്ല, അവർ ദൈവിക രോഗസൗഖ്യത്തെക്കുറിച്ച് പഠിക്കണം എന്നുള്ള ആഗ്രഹത്തിലായിരിക്കും വരിക. And the reason we put this detailed manual is that not only to receive healing, but whether you are in category 1, 2 or 3, you are supposed to learn this and pass it on. ഞങ്ങൾ ഇത്ര വിശദമായ ഒരു മാനുവൽ തയ്യാറാക്കിയതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ജസ്റ്റ് സൗഖ്യം പ്രാപിച്ചു നിങ്ങൾ മടങ്ങിപ്പോവുക അത്ര മാത്രമല്ല, നിങ്ങൾ ഈ ഒരു കാര്യം മറ്റുള്ളവരെ പഠിപ്പിക്കാനും പരിശീലിപ്പിക്കാനും പ്രാപ്തരായിരിക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തിൻ്റെ പുറത്താണ്. നിങ്ങൾക്കിത് പഠിക്കാൻ കഴിയണം. So I said all that to say I'm not special, but I'll tell you a little bit about how I came to this. മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ഞാൻ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും പ്രത്യേകതയുള്ളൊരു വ്യക്തി എന്ന രീതിയിലല്ല, എന്നാൽ
ഞാൻ എന്നെക്കുറിച്ച് തന്നെ നിങ്ങളോട് പറയാം, ഞാൻ എങ്ങനെയാണ് ഈ ഒരു ശുശ്രൂഷയിലേക്ക് കടന്നു വന്നത്. I don't like, as you can see, I'm not good at maintaining the mic, or I'm not good at all this, and I don't like all this in the natural. ഞാൻ എൻ്റെ ഒരു വ്യക്തിത്വം വെച്ച് പറയുവാണെങ്കിൽ ഈ സ്റ്റേജ്, മൈക്ക് അല്ലെങ്കിൽ ഈ ഇതൊന്നും കൈകാര്യം ചെയ്യാനായിട്ട് കാര്യമായ പ്രാവീണ്യമൊന്നുമില്ല, എനിക്കതിൽ അത്ര താല്പര്യവും ഇല്ല. I was a teacher by profession. As you would have seen in the pamphlet, it's doctor, it's a PhD in commerce, that's all. എൻ്റെ പ്രൊഫഷൻ എന്ന് പറയുന്നത്, എൻ്റെ ജോലി എന്ന് പറയുന്നത് ഒരു ടീച്ചറാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, എനിക്കൊരു ഡോക്ടറേറ്റ് ഉണ്ട്, അത് കൊമേഴ്സിലാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. John G. Lake was called a doctor, but he was not a doctor. Same thing, I'm not a doctor by profession, as a healer. ജോൺ ജി ലേക്കിനെ ഡോക്ടർ ലേക്ക് എന്നായിരുന്നു എല്ലാവരും വിളിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ജോലി ഡോക്ടറിൻ്റേത്, അതായത് മെഡിക്കൽ ഡോക്ടറിൻ്റേതായതുകൊണ്ടല്ല, രോഗസൗഖ്യം ശുശ്രൂഷിച്ചത് കൊണ്ടാണ്. ഏറെക്കുറെ അതുപോലെ തന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് വിചാരിക്കാം, ഞാൻ ഒരു ഡോക്ടറല്ല, പക്ഷേ PhD എടുത്തത് കൊണ്ട് ഡോക്ടർ മേഖല എന്നാണ് പറയുന്നത്. I love teaching. As early as class 2, I think I was 7 years old. I remember after the school, they will ask the good students to help with the homework, the poor students, meaning who are weak in studies. എനിക്ക് ചെറുപ്പം മുതലേ പഠിപ്പിക്കുന്നത് വളരെ ഇഷ്ടമായിരുന്നു. ഞാൻ 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് പോലും എന്നോട് അധ്യാപകർ ആവശ്യപ്പെടുമായിരുന്നു, അതായത് കുറച്ച് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികളെ അവരുടെ ഹോംവർക്ക് ഒക്കെ ചെയ്ത് സഹായിക്കാനായിട്ട്. I'll hold a scale and imitate my teacher, and I'll act like a teacher when nobody is watching, and I'll boss over them. അപ്പോൾ ആരും കാണാത്ത സമയത്തായിരിക്കും ഞാൻ ഇവർ ഈ ഹോംവർക്ക് ഒക്കെ ചെയ്യാൻ സഹായിക്കുന്നത്. അപ്പോൾ കയ്യിലൊരു സ്കെയിലൊക്കെ പിടിച്ച് വലിയ അധികാരത്തോടെയൊക്കെ നിന്നിട്ടായിരിക്കും, വലിയൊരു ടീച്ചറിനെ പോലെ നിന്ന് ആയിരിക്കും ഇവരെ പഠിപ്പിക്കുക. When I was in school, in 11th and 12th, always I said I'll be a teacher, I'll become a teacher, I'll become a teacher. But when we came to 11 and 12, I hated science because of biology and the blood part of it. I hate pain and sickness. ഞാൻ ചെറുപ്പം തൊട്ടേ ഞാനൊരു ടീച്ചറാവും എന്നിങ്ങനെ പറഞ്ഞു വന്നതാണ്. പക്ഷേ 11th ആയപ്പോഴേക്കും എനിക്ക് ആ ഒരു ആഗ്രഹം തുടരാൻ പറ്റുമോ ഇല്ലയോ എന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. കാരണം 11th ഞങ്ങൾക്ക് ബയോളജി പഠിക്കാനുണ്ട്. ബയോളജിക്കകത്ത് നിറച്ച് ബ്ലഡും അല്ലെങ്കിൽ അവയവങ്ങൾ അല്ലെങ്കിൽ വേദന, രോഗം, ഇതൊക്കെ കുറേ അധികം കാണുന്നുണ്ട്. അപ്പോൾ അതൊന്നും എനിക്ക് ഇഷ്ടമല്ലെന്ന്, എനിക്ക് അതിനോട് വളരെയധികം വെറുപ്പായിരുന്നു. When in school one time when they were trying to give an injection, they give vaccination. They came for it, cholera or something, and they took attendance, and I hid in the chapel. I went around and they waited till evening. Based on attendance, they were waiting for everybody to give the shots, and I was hiding, and finally somebody said, they are waiting for you, you have to take it. So I hate injection like anything. I hate hospitals. എനിക്ക് ഇഞ്ചക്ഷൻ വളരെ പേടിയായിരുന്നു. ഒരിക്കൽ സ്കൂളിൽ വാക്സിനേഷൻ്റെ ഭാഗമായിട്ട് എല്ലാ കുട്ടികൾക്കും ഇഞ്ചക്ഷൻ കൊടുക്കുന്നുണ്ടായിരുന്നു. എനിക്കും ഇഞ്ചക്ഷൻ എടുക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. ഞാൻ ആ ദിവസം മുഴുവൻ പോയി പാത്തിരിക്കുകയായിരുന്നു ചെയ്ത്, ചാപ്പലിൽ പോയി ഒളിച്ചിരുന്നു. പക്ഷേ അവർ എനിക്ക് വേണ്ടി കാത്തിരുന്നു, എന്നെ പിടിച്ച് ഇഞ്ചക്ഷൻ എടുത്തു. എന്നാലും എനിക്ക് ഇഞ്ചക്ഷൻ വളരെ വെറുപ്പുള്ള കാര്യം തന്നെയാണ്, ആശുപത്രികളും വെറുപ്പാണ്. So I took commerce and I went ahead in that as a teacher. And when we were in Bangalore, it was an intermediate. In Tamil Nadu, we do it as school. I can become a school teacher. I wanted to teach commerce. So 11 and 12. That was my ambition, very limited. But because I was in Bangalore and it has to be in a college, intermediate, and so I became a lecturer at college and went to Hyderabad. Got married in Bangalore, went to Hyderabad. അങ്ങനെ ഞാൻ കോമേഴ്സ് എടുത്തു. കാരണം ബയോളജി ഒഴിവാക്കിക്കൊണ്ട് കോമേഴ്സ് ഞാൻ എടുത്തു. അങ്ങനെ സ്കൂൾ ടീച്ചറാകണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. എന്നാൽ ബാംഗ്ലൂരിൽ ചെന്നു. അവിടെ അതിനെ ഇൻ്റർമീഡിയറ്റ് എന്നാ പറയുക. അങ്ങനെ കോളേജ് ലെക്ചറായിട്ട് ഞാൻ മാറി. But one important point for you all is I stayed in Idukki for 2 years and I did my MCom because my parents were in Singapore, Malaysia, and in schooling I had to be in the hostel. So I told them in
in these 2 years, if I don't live with you, you're going to send me away. So I won't do in an institution, I'll stay with you. My dad was working here in Idukki in a goat project, and I stayed with him for 2 years. So I've been in Kerala for 2 years. ഞാൻ ഇടുക്കിയിൽ 2 കൊല്ലം എൻ്റെ പപ്പയുടെ കൂടെ താമസിച്ചിട്ടുണ്ട്. So like Paul, I would say to everybody, if I come to Kerala, I would say I was here for 2 years. So I got married in Bangalore. So if I go to Bangalore, I'll say I was here. And then I lived in Hyderabad after marriage for 17 years. So I know these 3 languages also to a certain extent. ഞാൻ പിന്നെ എൻ്റെ കല്യാണം കഴിഞ്ഞത് ബാംഗ്ലൂരിൽ വെച്ചിട്ടാണ്. പിന്നീട് ഹൈദരാബാദിൽ ഞാൻ നിന്നിട്ടുണ്ട്. അങ്ങനെ ഏറെക്കുറെ 3 ഭാഷയുണ്ട്. അതായത് ഇടുക്കിയുടെ ഭാഷ മലയാളം, പിന്നെ ഹൈദരാബാദ്, ബാംഗ്ലൂർ, ഇവിടുത്തെ ഭാഷകൾ അത്യാവശ്യം എനിക്ക് കൈകാര്യം ചെയ്യാൻ സാധിക്കും. Now coming to my spiritual part, I got born again as a teenager, but after marriage, after a few years, we didn't have children. ഞാൻ ഇനി എൻ്റെ ആത്മീയ ജീവിതത്തിലേക്ക് കടന്നു വരട്ടെ. ഞാനൊരു ടീനേജർ ആയിരിക്കുമ്പോൾ തന്നെ കൗമാരപ്രായത്തിൽ വെച്ച് തന്നെ വീണ്ടും ജനിച്ചു. അതിനുശേഷം കല്യാണം കഴിഞ്ഞു. എന്നാൽ അതിനുശേഷം കുട്ടികളുണ്ടായിരുന്നില്ല. At one point I was very discouraged and I wanted to end my life. So at a point when nobody knew anything, I decided to take my life that night. And so, but I knew, as a Christian, I knew it's wrong to commit suicide. So I told the Lord, more like a challenge to God, Lord, I'll give you one chance. If you can save me, you have to save me with this one call to Jesus Calls Prayer Tower. Say, the last part I really resisted. I wanted to commit suicide, Yeah. but I told the Lord, I'll give you one chance, and I made a phone call to Prayer Tower. Prayer tower. Phone call. അങ്ങനെ കുട്ടികളില്ലാന്നുള്ള പ്രയാസത്തിൽ ജീവിതം അവസാനിപ്പിച്ചാലോ എന്ന് പോലും വിചാരിച്ചു. പക്ഷേ ഒരു രീതിയിൽ കർത്താവിനെ ചാലഞ്ച് ചെയ്യുന്നതുപോലെ ഇങ്ങനെ പറയാൻ ഇടയായി. ഞാൻ പ്രയർ ടവറിലേക്ക് ഒന്ന് വിളിക്കാൻ പോവാ എന്ന് പറഞ്ഞു. And that phone call removed that person on the other end. I didn't tell anything. I just cried and cried, and it was middle of the night. I had the elements to take my life ready, but one thing which was hesitancy for me is because I knew it was wrong. At the same time, I called and she on the other end just kept praying. She just prayed, and after that prayer, that feeling completely went away. I was delivered. പ്രയർ ടവറിലേക്ക് വിളിക്കുന്ന സമയത്ത് ജീവിതം അവസാനിപ്പിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഒരുക്കി വെച്ചിട്ടായിരുന്നു വിളിച്ചത്. എന്നാൽ പ്രയർ ടവറിലേക്ക് ഏറെക്കുറെ ഒരു പാതിരാത്രിക്കായിരിക്കും വിളിക്കുന്നത്. വിളിച്ചിട്ട് ഒന്നും പറഞ്ഞില്ല, പക്ഷേ കരയുക മാത്രമായിരുന്നു ചെയ്തത്. അപ്പോൾ പ്രയർ ടവറിൽ ആ കോളിൻ്റെ അങ്ങേ തലത്തിൽ ഉണ്ടായിരുന്ന വ്യക്തി പ്രാർത്ഥിച്ച സമയം എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിടുതൽ കിട്ടി. ആ ഒരു അത്രയും നേരം ഉണ്ടായിരുന്ന ആ ഒരു തോന്നൽ, അല്ലെങ്കിൽ ജീവിതം അവസാനിപ്പിക്കണം എന്നുള്ള തോന്നൽ പൂർണ്ണമായിട്ടും ഇല്ലാതെയായി. So at that point, spiritually I was free from that feeling. I never had that, not that things changed outwardly. എൻ്റെ ജീവിതത്തിൽ കാര്യമായ മാറ്റം അതിനുശേഷം ഉണ്ടായോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ പറയാനില്ല. പക്ഷേ ആ ഒരു തോന്നൽ, അല്ലെങ്കിൽ ജീവൻ എടുക്കണം, അല്ലെങ്കിൽ ഇത്രയും മതി എന്നുള്ള ആ ഒരു തോന്നൽ എന്നേക്കുമായി എന്നെ വിട്ടുമാറി. But that moment I committed my life to the Lord and I said, Lord, no one knew. Today through this recording, some people may know, but no one knew that I came to that point. But God knew, and He saved my life. So I told Him, today if I'm alive, it's because of you. So I surrender my life completely to you. ഇതുവരെ ഈ ഒരു കാര്യം അങ്ങനെ പങ്കുവെച്ചിട്ടില്ല. ഇപ്പം റെക്കോർഡഡ് ആകുന്നത് കൊണ്ട് അത് മറ്റുള്ളവർക്ക് ഇനിയും കേൾക്കാം. പക്ഷേ അന്ന് ഞാനൊരു തീരുമാനമെടുത്തു, കർത്താവെ എൻ്റെ ജീവിതം ഞാൻ മുഴുവനായിട്ട് അങ്ങേക്ക് തരുന്നു. But then from that moment everything changed. My priorities changed. I was not living from that day. Till today I'm not living for myself. I'm living for God, and God knows that commitment, and He took it seriously, and He started teaching me many things.
അന്ന് മുതൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ മുൻതൂക്കം കൊടുത്തിരുന്ന കാര്യങ്ങൾക്ക് മാറ്റം വന്നു. അതായത് അന്ന് മുതൽ മറ്റ് കാര്യങ്ങളായിരുന്നു അതുവരെ എൻ്റെ ജീവിതത്തിൽ മുൻപന്തിയിൽ നിന്നിരുന്നെങ്കിൽ അത് ആ ഒരു സംഭവത്തിന് ശേഷം കർത്താവിൻ്റെ വേലയുമാണ് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത്. അതിനുശേഷം ശരിക്കും പറഞ്ഞാൽ കർത്താവ് എൻ്റെ ആ ഒരു സമർപ്പണത്തെ വളരെ ഗൗരവത്തോടെ തന്നെ എടുത്തു. അതിനുശേഷം കർത്താവിന് ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കാൻ തുടങ്ങി. I was brought up in a traditional CSI church family. My parents are from CSI. ഞാൻ വളർന്നതും എല്ലാം ഒരു CSI ചർച്ചിലായിരുന്നു. പാരമ്പര്യമായിട്ടുള്ള ആ ഒരു രീതിയിലാണ് വളർന്നു വന്നത്. But my father was born again and he had introduced me from childhood now and then to the miraculous. എന്നാൽ ഞങ്ങൾ CSI ചർച്ചിലായിരുന്നു പോകുന്നതെങ്കിലും ഞങ്ങളുടെ പിതാവ് രക്ഷിക്കപ്പെട്ട വ്യക്തിയായിരുന്നു. അതുകൊണ്ട് തന്നെ ചെറുപ്പം തൊട്ടേ അദ്ദേഹം അത്ഭുതങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് എൻ്റെ ശ്രദ്ധ തിരിച്ചിരുന്നു. So I believed and I had some experiences of healing. അതുകൊണ്ട് തന്നെ പണ്ട് മുതൽ ഞാൻ വിശ്വസിക്കുകയും കുറേയൊക്കെ സൗഖ്യം കാണുകയും ചെയ്തിട്ടുണ്ട്. So I had searched, and as I committed to live for the Lord, I started praying for people, including for healing. ഞാൻ എൻ്റെ ജീവിതം കർത്താവിന് വേണ്ടി സമർപ്പിച്ചതിന് ശേഷം മറ്റുള്ളവർക്ക് വേണ്ടി അവരുടെ രോഗസൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനും തുടങ്ങി. So I followed many healing evangelists and I committed my life to serve more as an intercessor, praying for others. അങ്ങനെ ഞാൻ ഒരുപാട് രോഗസൗഖ്യ ശുശ്രൂഷകരെ അവരുടെ ശുശ്രൂഷകളിൽ പങ്കുകൊള്ളാൻ തുടങ്ങി. കൂടുതലായിട്ട് ഞാൻ പങ്കുകൊണ്ടൊരു മേഖല എന്ന് പറയുന്നത് മധ്യസ്ഥ പ്രാർത്ഥന ചെയ്യുന്നതിലായിരുന്നു. So even though I was working as a college lecturer for 8 years, at the end of that period, when my husband wanted to go to the US, the Lord clearly told me to give up my career at this point completely. അങ്ങനെ ഞാൻ കോളേജ് ലെക്ചറായിട്ട് വർക്ക് ചെയ്യായിരുന്നു. പക്ഷെ അതിനുശേഷം US-ലോട്ട് പോകണമെന്ന് എൻ്റെ ഭർത്താവ് തീരുമാനിച്ചു. ആ സമയത്ത് കർത്താവ് വളരെ വ്യക്തമായിട്ട് എന്നോട് പറഞ്ഞു എൻ്റെ ആ ഒരു കോളേജ് ലെക്ചർ എന്നുള്ള ആ ഒരു പ്രൊഫഷൻ, ആ ഒരു ജോലി അത് ഉപേക്ഷിക്കാനായിട്ട്. So after going to the US with him and leaving my career completely and staying home, I was learning things just under the guidance of the Holy Spirit, different ministries and different teachings. അങ്ങനെ എൻ്റെ ജോലി ഉപേക്ഷിച്ചു. US-ലേക്ക് ഞങ്ങൾ മാറി. അവിടെ വീട്ടിൽ തനിച്ചിരുന്ന് പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടെ ഒരുപാട് കാര്യങ്ങൾ കർത്താവിനെ പഠിപ്പിച്ചു. പിന്നെ ചില മറ്റ് മിനിസ്ട്രികളിൽ നിന്നുള്ള ടീച്ചിങ്സും കേൾക്കാനിടയായി. In 97, even as I was finishing my PhD, that is the period I was baptized in the Holy Spirit and I learned many things in the Spirit. 1997 വെച്ചിട്ടാണ് ഞാൻ പരിശുദ്ധാത്മ സ്നാനം അല്ലെങ്കിൽ പരിശുദ്ധാത്മ അഭിഷേകം എനിക്ക് ലഭിച്ചത്. അന്ന് തൊട്ട് കൂടുതൽ ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങി. But when I was in the US and learning different ministries, there's one thing which was as a stepping stone is understanding the new covenant with Andrew Wommack Ministries. ഞാനിങ്ങനെ മുൻപ് പറഞ്ഞതുപോലെ തന്നെ പല മിനിസ്ട്രികളുടെ ടീച്ചിങ്, പല ശുശ്രൂഷകന്മാരുടെ പഠിപ്പിക്കലുകൾ ഞാൻ കേൾക്കുമായിരുന്നു. എന്നാൽ എൻ്റെ ജീവിതത്തിൽ ഒരു മൂലക്കല്ലായത് അല്ലെങ്കിൽ ഒരു വ്യത്യാസം വരുത്തിയ ഒരു കാര്യം എന്ന് പറയുന്നത് ആൻഡ്രൂ വുമാക്ക് എന്ന മിനിസ്റ്റർ പഠിപ്പിച്ച പുതിയ ഉടമ്പടി എന്ന കാര്യമായിരുന്നു. At that time, I came across, because I believed and prayed for healing, one of my friends showed this DHT by Curry Blake and I watched it. ഞാൻ അങ്ങനെ ഒരിക്കൽ എൻ്റെ ഒരു കൂട്ടുകാരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവർക്ക് സൗഖ്യം ലഭിക്കുകയും ചെയ്തപ്പോൾ അവർ തന്നെയാണ് എനിക്ക് കറി ബ്ലേക്കിൻ്റെ DHT ടീച്ചിങ്, ദൈവിക രോഗസൗഖ്യത്തെക്കുറിച്ച് കറി ബ്ലേക്ക് പഠിപ്പിച്ചത്, പരിചയപ്പെടുത്തി തന്നത്. So with the understanding of the new covenant and hearing the DHT of Curry Blake, the one thing that I noticed different is that I always believed in spiritual warfare and prayer. ഞാൻ പണ്ട് മുതൽ തന്നെ പ്രാർത്ഥനയിലും ആത്മീയ പോരാട്ടത്തിലും വിശ്വസിച്ചിരുന്നു, അതെനിക്ക് അറിയാമായിരുന്നു.
But the DHT taught me or connected these two and showed that healing is warfare. എന്നാൽ ഈ DHT അല്ലെങ്കിൽ ദൈവിക രോഗസൗഖ്യത്തെക്കുറിച്ച് കറീബിലേക്ക് പഠിപ്പിക്കുന്നത് കേട്ടപ്പോഴാണ് എനിക്ക് ഈ ഒരു കാര്യം മനസ്സിലായത്. അതായത് സൗഖ്യവും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആത്മീക പോരാട്ടം തന്നെയാണ്. And because I have been in ministry for so long in different ministries, I had so many wrong understanding about healing. ഞാൻ മറ്റ് പല മിനിസ്ട്രികളുടെ ഭാഗം ആയിരുന്നതുകൊണ്ട് തന്നെ ഒരുപാട് തെറ്റായിട്ടുള്ള വിവരം, തെറ്റായിട്ടുള്ള പഠിപ്പിക്കലുകൾ എൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു. I'm saying all this in detail because I would be able to relate to many of you when you don't accept some of these things, because I didn't accept this easy. ഞാൻ ഇതൊക്കെ ഇത്ര വിശദമായി പറയാൻ കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുമായിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണം ഞാനിപ്പോൾ പഠിപ്പിക്കാൻ പോകുന്ന പല കാര്യങ്ങളും ഒരുപക്ഷെ നിങ്ങൾക്ക് പൂർണ്ണമായി സ്വീകരിക്കാൻ കഴിയണം എന്നില്ല, അല്ലെങ്കിൽ തുടക്കത്തിൽ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട് തോന്നിക്കും. അതിൻ്റെ കാരണം എനിക്ക് വ്യക്തമായി മനസ്സിലാകും. കാരണം ഞാനും ഇതേ സ്ഥാനത്തായിരുന്നു. പല ശുശ്രൂഷകന്മാരുടെ അല്ലെങ്കിൽ പല ശുശ്രൂഷകളുടെ പഠിപ്പിക്കലുകൾ കേട്ട്, തെറ്റായ പഠിപ്പിക്കലുകൾ കേട്ടതുകൊണ്ട് തന്നെ എനിക്കും ഇതുപോലെ തന്നെ ചില പുതിയ അതായത് DHT പഠിപ്പിച്ച കാര്യങ്ങൾ സ്വീകരിക്കാൻ അല്പം ബുദ്ധിമുട്ടുണ്ടായിരുന്നു. You are here today because you believe in healing. നിങ്ങളിവിടെ വന്ന് ഇരിക്കുന്നു എന്നത് തന്നെ നിങ്ങൾ Divine healing. ദൈവിക രോഗസൗഖ്യത്തിൽ വിശ്വസിക്കുന്നു എന്നതിന്റെ തെളിവാണല്ലോ. But when you listen to all the 18 sessions, there will be some points you may not be able to accept right away, because I could not accept it when I heard Kari the first time. എന്നാൽ നിങ്ങളെല്ലാവരും ദൈവിക രോഗസൗഖ്യത്തിൽ വിശ്വസിക്കുന്നവരാണെങ്കിൽ പോലും ഞാൻ ഇനി ഈ 18 സെഷൻസ് എടുക്കുമ്പോൾ ഒരുപക്ഷെ അതിൽ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് വേഗം അങ്ങോട്ട് സ്വീകരിക്കാൻ കഴിയണമെന്നില്ല. കാരണം ഞാനും ആദ്യമായി DHT കേട്ടപ്പോൾ എനിക്ക് പലതും അങ്ങോട്ട് സ്വീകരിക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. So that's why when you disagree with me, I can understand that very well. അതുകൊണ്ട് തന്നെ ഞാൻ പഠിപ്പിക്കുമ്പോൾ ചില കാര്യങ്ങളോട് നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല എങ്കിൽ അതിനെ എനിക്ക് ശരിക്കും മനസ്സിലാക്കാൻ കഴിയും. First time I heard this DHT, when I came to session almost 17 or 18, I heard one thing which Brother Kari was saying, which to me I heard as if he was attacking Benny Hinn. ഞാൻ DHT കേട്ട് ഒരു 17ാമത്തെ അല്ലെങ്കിൽ 18ാമത്തെ സെഷൻ ആയപ്പോഴേക്കും കരീബിലേക്ക് പഠിപ്പിക്കുന്നത് കേട്ടപ്പോൾ എനിക്ക് തോന്നി ഈ ഇതെന്താ കരീബിലേക്ക് ബെന്നി ഹിന്നിന്റെ ശുശ്രൂഷയെ അപമാനിക്കുകയാണോ? I followed his ministry for years, and even when I went to the US, I went and attended his fire school, and for me that was not acceptable. I just shut it off and I didn't listen to the DHT for 3 days. കാരണം ഞാൻ ബെന്നി ഹിന്നിന്റെ ശുശ്രൂഷയെ വളരെയധികം പിൻപറ്റിയ ഒരു വ്യക്തിയാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ ഫയർ സ്കൂളിലൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എന്താ സംഭവിച്ചു വെച്ച് കഴിഞ്ഞാൽ 17ാമത്തെ സെഷൻ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ DHT കേൾക്കുന്നത് നിർത്തി വെച്ചിട്ട് ഒരു 2-3 ദിവസത്തോളം ഞാൻ പിന്നെ അത് തുറന്നേ ഇല്ല. Then the Lord dealt with me and said, go listen to it. So I went back and listened to it again, and I noticed he didn't mention Benny Hinn at all. എന്നാൽ കർത്താവ് എന്നോട് ഇടപെട്ടു. എന്നിട്ട് എന്നോട് പറഞ്ഞു, നീ അത് പോയി വീണ്ടും കേൾക്കണം എന്ന് എന്നോട് കർത്താവ് ഇടപെട്ടു. അങ്ങനെ ഞാൻ വീണ്ടും കേട്ടു. വീണ്ടും ശ്രദ്ധിച്ച് കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായത്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കരീബിലേക്ക് ബെന്നി ഹിൻ എന്നുള്ളൊരു വ്യക്തിയെയോ അദ്ദേഹത്തിന്റെ ശുശ്രൂഷയെയോ കുറിച്ചൊന്നും പറയുന്നില്ല. I then went back and listened to each of his DHT. I must have by now, from 2011 when I started listening to the DHT, by now I must have heard the DHT like 100 times maybe. അതിനുശേഷം 2011 ഞാനൊരു 2011 തൊട്ടാണ് DHT കേൾക്കാൻ തുടങ്ങിയത്. അന്ന് മുതൽ ഇന്ന് വരെ ഒരുപക്ഷെ ഞാനൊരു 100 തവണ പല സ്ഥലങ്ങളിൽ വെച്ച് നടത്തിയിട്ടുള്ള ദൈവിക രോഗസൗഖ്യ ശുശ്രൂഷയെ കുറിച്ചുള്ള പഠിപ്പിക്കലുകൾ വീണ്ടും ഞാൻ കേട്ടു. Because whatever he said is not acceptable right away, because of what the traditions of man, what people have taught us, and we have misunderstood something, so it's not easy to accept right away. പലപ്പോഴും കരീബിലേക്ക് പഠിപ്പിക്കുന്ന DHT നമുക്ക് പെട്ടെന്ന് ആദ്യം കേൾക്കുമ്പോൾ അങ്ങോട്ട് സ്വീകരിക്കാൻ ഒരല്പം ബുദ്ധിമുട്ട് തോന്നിക്കുമായിരിക്കും. കാരണം
ഒരുപാട് വർഷങ്ങളായി നാം കേട്ടിട്ടുള്ള തെറ്റായ കുറേ പഠിപ്പിക്കലുകൾ നമ്മുടെ മനസ്സിലുണ്ട്. അതിൻ്റെ ഒരു അടിസ്ഥാനത്തിലാണ് പലതിനെയും നമ്മൾ സമീപിക്കുന്നത്. But over the years I kept listening to it, and then when, like I said, I don't like limelight. I don't want to be in front of mic and recording and all that. I don't want to do this. ഞാൻ എന്നാൽ വീണ്ടും DST കേൾക്കാൻ തുടങ്ങി. പക്ഷേ എൻ്റെ ഒരു രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വെള്ളി വെളിച്ചത്തിൽ നിൽക്കണ്ട, എനിക്ക് ഒത്തിരി പ്രശസ്തിയൊന്നും വേണ്ട, ഞാൻ പഠിപ്പിക്കുന്നത് എല്ലാവരും റെക്കോർഡ് ചെയ്യണമെന്നൊന്നുമില്ല, അങ്ങനെയായിരുന്നു. I kept giving excuses to the Lord, saying, let somebody else do it, and especially if it is a husband and wife team, that will be perfect, let them do it. And I kept looking for somebody whom I can teach and they can start in the US, and I am from India. So I thought, Lord, locally find somebody and I will help them, I will be behind them. അങ്ങനെ ഞാൻ എൻ്റെ ഒരു ചിന്ത ഇങ്ങനെയായിരുന്നു, എനിക്ക് ലൈറ്റിൽ അല്ലെങ്കിൽ വെള്ളി വെളിച്ചത്തിൽ എല്ലാവരുടെയും മുൻപിൽ വളരെ പ്രശസ്തയായി നിൽക്കാൻ താല്പര്യമില്ല. ഞാൻ മറ്റാരെങ്കിലും പഠിപ്പിക്കാം, അവർ പോയി ഈ ഒരു കാര്യം, ഈ ഒരു ശുശ്രൂഷ ചെയ്യട്ടെ. പ്രത്യേകിച്ച് ഒരു കപ്പിളാണെങ്കിൽ, ഒരു ഭാര്യയും ഭർത്താവും കൂടെ ഒരുമിച്ച് നിന്ന് ചെയ്തൊരു ആ ഒരു രീതിയിലുള്ള ശുശ്രൂഷയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. ഞാൻ അങ്ങനെയുള്ളവരെ വേണമെങ്കിൽ പഠിപ്പിക്കാം. എന്നാലും കർത്താവ്, എനിക്ക് ലൈറ്റിൽ നിൽക്കണ്ട, എനിക്ക് എല്ലാവരുടെയും മുൻപിൽ നിൽക്കണ്ട. But when I found nobody else doing it for a period, I waited, and then I stepped in. I said, if nobody is doing, I'll do it. എന്നാൽ ഞാൻ കുറേ അധികം കാത്തിരുന്നു, പക്ഷെ ഞാൻ നോക്കിയിട്ട് ആരും ഇത് ചെയ്യുന്നതായിട്ട് കണ്ടില്ല. അപ്പോൾ പിന്നെ ഞാൻ തീരുമാനിച്ചു, ആരും ചെയ്തില്ലെങ്കിൽ പിന്നെ ഞാൻ ചെയ്തേ പറ്റൂ, ഞാൻ ചെയ്യും. That's why I'm here. 2012 we moved from Boston to Atlanta, and I became a life team leader there. 2014 ഞങ്ങൾ ബോസ്റ്റണിൽ നിന്നും അറ്റ്ലാന്റയിലേക്ക് താമസം മാറി. അവിടെ ഞാനൊരു ലൈഫ് ടീം ലീഡറായി മാറി. Life team leader means we started a group. When my husband and I, we invited through the church that we were attending in 14, we invited Brother Curry. He came to Atlanta and conducted a DHT, and after that he said, do you have a life team? I was only a DHT then, which means I only would take prayer requests and pray for people. അറ്റ്ലാന്റയിൽ ബ്രദർ കറി ഒരു തന്നെ DHT സെഷൻ എടുക്കാൻ വേണ്ടി വന്നിരുന്നു. എന്നാൽ ആ സമയത്ത് ഞാൻ വെറും ഒരു DHT മാത്രമായിരുന്നു, അതായത് സർട്ടിഫൈഡ് ഡിവൈൻ ഹീലിംഗ് ടെക്നീഷ്യൻ ആയിരുന്നു. അതായത് മറ്റുള്ളവർ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥനകൾ റിക്വസ്റ്റ് അയക്കും, അത് എടുത്തു വെച്ചിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഇത് മാത്രമേ ചെയ്യുന്നുണ്ടായിരുന്നുള്ളൂ. He said that, do you have a life team here? And I said, no, not yet. And he said, you will have one. And true enough, by the end of the year, I started a life team because nobody else was doing it. അദ്ദേഹം എന്നോട് ചോദിച്ചു, നിങ്ങൾക്ക് ഒരു ലൈഫ് ടീം ഉണ്ടോ? ലൈഫ് ടീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്രൂപ്പാണ്, ഒരു കൂട്ടം വിശ്വാസികളാണ്. അവരെ കർത്താവിൽ വളരാൻ വേണ്ടി വചനം പഠിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു കൂട്ടത്തെയാണ് ലൈഫ് ടീം എന്ന് പറയുക. കരീമിലേക്ക് എന്നോട് ചോദിച്ചു, നിങ്ങൾക്കൊരു ലൈഫ് ടീം ഉണ്ടോ? അപ്പം ഞാൻ പറഞ്ഞില്ല. നിങ്ങൾക്കൊരു ലൈഫ് ടീം ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ആ വർഷം ഏറെക്കുറെ അവസാനിക്കാറായപ്പോഴേക്കും ഒരു ലൈഫ് ടീം കർത്താവ് തന്നു. Then that is only a small group of people meeting in my house. We were doing it. But when I visit India, I said, this is truth. I was on fire with this truth. I could not keep it to myself. Every trip I would spend only about this. We come once in 2 years or once a year for 30 days, 20 days. But I will be running around and teaching this everywhere. അങ്ങനെ എൻ്റെ വീട്ടിൽ ഒരു ലൈഫ് ടീം തുടങ്ങി. ഒരു ലൈഫ് ടീം എന്ന് പറയുമ്പോൾ ഒരു ചെറിയൊരു കൂട്ടം ആളുകളാണ്. അതിനുശേഷം പല തവണ ഇന്ത്യയിൽ വന്നു. അപ്പോഴെല്ലാം ഈ ഒരു ദൈവിക രോഗസൗഖ്യത്തെക്കുറിച്ചുള്ള ഈ ഒരു സത്യം എൻ്റെ ഉള്ളിൽ ഒരു തീ പോലെ കത്തി നിൽക്കുമായിരുന്നു. അതെങ്ങനെയും മറ്റുള്ളവരോട് പങ്കുവെക്കണമെന്നതായിരുന്നു എൻ്റെ ആഗ്രഹം. So when they said you can do a Bible, they have a Bible college, Dominion Bible Institute. I refused. In my mind, I said, I've learned so much. I've been studying and studying and studying. I don't want to study. I want to do. So I want to do a Bible college, a Bible study. Bible degree. ഇവർക്ക് ഒരു ഡൊമിനിയൻ ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, അതായത് ഒരു ബൈബിൾ സ്കൂൾ പോലെ. അപ്പം അവിടെ ചേർന്നാലോ എന്ന് ഞാൻ ആലോചിച്ചു. പക്ഷെ ഞാൻ ഓർത്ത് ഞാൻ കുറേ പഠിച്ചില്ല, ഞാൻ ഒരുപാട് പഠിച്ചു. ഇനി എനിക്ക് ചെയ്യണം. അങ്ങനെയായിരുന്നു ഞാൻ എൻ്റെ ആഗ്രഹം. But they put a condition that to be a life team leader, you need to do the Bible course. So then by default I took it because I already committed to be a leader. Now I have to do this course. പക്ഷേ അവരൊരു കണ്ടീഷൻ വെച്ചു, നിങ്ങൾ
ഡൊമിനിയൻ ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കോഴ്സ് എടുത്തിട്ടല്ലാതെ ഒരു ലൈഫ് ടീം ലീഡർ ആവാൻ കഴിയില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ഇത് എടുത്തേ പറ്റൂ. അപ്പോൾ ആ ഒരു കണ്ടീഷൻ എനിക്ക് സ്വീകരിക്കാതെ മറ്റു മാർഗമില്ലായിരുന്നു. കാരണം അപ്പോൾ തന്നെ എൻ്റെ വീട്ടിലൊരു ലൈഫ് ടീം തുടങ്ങിയിട്ടുണ്ടായിരുന്നു. In that course, there are 20 subjects, 2-year course, and course 6, subject 6 is God's master plan. After I did that, I was charged to teach this to others. So I became a trainer after that. 20 teachers. ഈ ഒരു കോഴ്സിൽ 20 പഠിപ്പിക്കലുകൾ അല്ലെങ്കിൽ ടീച്ചിങ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ 20ാമത്തേത് എൻ്റെ പേര് ഗോഡ്സ് മാസ്റ്റർ പ്ലാൻ, ദൈവത്തിൻ്റെ വലിയ പദ്ധതി എന്നതായിരുന്നു. അതിനുശേഷം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ തീക്ഷ്ണതയുള്ള വ്യക്തിയായി എന്ന് പറയും. Because in the beginning when you try to teach this to everyone, you see so much rejection. The church at large won't accept you. My friends, spiritual friends were getting away from me. They thought I'm in a cult. They won't accept it. So I got discouraged and I said, I will not ask anyone to do this or I won't teach. I will just do. And they have to pick up from me. But after I did that course, I decided I have to teach this. ആദ്യമൊക്കെ ഞാൻ ഡിവൈൻ ഹീലിംഗ് ടെക്നീഷ്യനെ കുറിച്ചൊക്കെ എൻ്റെ സുഹൃത്തുക്കളോടോ അല്ലെങ്കിൽ മറ്റ് വിശ്വാസികളോടോ വളരെ ആത്മീയരായിട്ടുള്ള വ്യക്തികൾ തന്നെയാണ് അവരോട് ഇത് പറയാനൊക്കെ ശ്രമിക്കുമ്പോഴേക്കും പല രീതിയിൽ അവർ റിജക്റ്റ് ചെയ്യുമായിരുന്നു, അതിനെ തിരസ്കരിക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ പിന്നെ ഞാൻ ഓർത്തു, വേണ്ട, ഇനി ആരോടും പറയണ്ട, ഞാൻ ഇനി ഇത് ചെയ്ത് കാണിച്ചാൽ പോരെ. പക്ഷേ ഈ ഒരു കോഴ്സ് എടുത്തതിന് ശേഷം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മറ്റുള്ളവരെ പഠിപ്പിക്കണം, മറ്റുള്ളവരെ എക്വിപ്പ് ചെയ്യണം എന്നുള്ളൊരു ചിന്ത ഇതിലുണ്ടായി. Now that was my story of this route of being here today, but it is all based on this section. The third section is the Bible is the basis of the discussion, and it is because of that I became a trainer. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു എൻ്റെ ജീവിതയാത്ര. അവിടെ നിന്നാണ് ഞാനിപ്പോൾ ഇവിടെ വരെ വന്ന് നിൽക്കുന്നത്. ഇനിയും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സെഷൻ 3 പറയുന്നത് ദൈവവചനം ആണ് സകല പഠനത്തിൻ്റെയും സകലത്തിൻ്റെയും അടിസ്ഥാനം. ദൈവവചനമാണ് അന്തിമാധികാരം. Till when do I have time, Nathan? I'm confused with the 12:15. 5 minutes. Okay, another 10 minutes. Okay. Sorry. So, if it is in the Word means the Word of God, then it is the truth. And if our experience is not lining up with the truth, that has to change, because this will not change. വചനം അഥവാ ദൈവവചനം എന്ന് പറയുമ്പോൾ അതാണ്, ദൈവവചനമാണ് സത്യം. ദൈവവചനത്തിൽ ആണ് സത്യം ഉള്ളത്. നമ്മുടെ അനുഭവങ്ങൾ ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ അല്ലെങ്കിൽ ദൈവവചനമല്ല മാറാൻ പോകുന്നത്. ദൈവവചന പ്രകാരം നമ്മുടെ അനുഭവങ്ങളാണ് മാറേണ്ടത്. When I want to say that statement, I want to stand and yell, because all that I said about myself or about anyone is all experiences. Experiences seem like they are proof. ഞാൻ കുറച്ചു മുന്നേ എൻ്റെ കാര്യം പറഞ്ഞു, പക്ഷേ അതുപോലും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അനുഭവങ്ങളാണ് ഞാൻ നിങ്ങളോട് പങ്കുവച്ചത്. പക്ഷേ ഇവിടെ ദൈവവചനമാണ് സകലത്തിൻ്റെയും അടിസ്ഥാനം എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എഴുന്നേറ്റ് നിന്ന് ഒന്ന് ഉറക്കം പറയണമെന്നുണ്ട്. കാരണം അത് അത്രയ്ക്കും പ്രധാനപ്പെട്ട ഒന്നാണ്. നമ്മുടെ അനുഭവങ്ങൾ പലപ്പോഴും നമുക്ക് തോന്നും നമ്മുടെ അനുഭവങ്ങളല്ലേ തെളിവ്. അല്ല, അനുഭവമല്ല തെളിവ്, വചനമാണ് തെളിവ്, വചനമാണ് സത്യം. Why? Because our experiences can change. What I experienced, I changed. I told you my story. I believed in one thing in the beginning. I changed to this. I changed. I kept moving to more and more. I cannot go back from that. എന്തുകൊണ്ടാണ് ദൈവവചനമാണ് സ്ഥിരമെന്നും ദൈവവചനമാണ് സത്യമെന്നും ഞാൻ പറയാൻ കാരണം, എൻ്റെ ജീവിതത്തിൽ നിങ്ങൾ കണ്ടല്ലോ, എൻ്റെ അനുഭവങ്ങൾ മാറിക്കൊണ്ടേയിരുന്നു. ഇവൻ നമ്മുടെ അനുഭവങ്ങളാണെങ്കിലും ഇന്നുള്ള നമ്മുടെ അനുഭവമല്ല ചിലപ്പോൾ നാളെ ഉള്ളത്. അനുഭവങ്ങൾക്ക് എപ്പോഴും മാറാൻ കഴിയും, എന്നാൽ ദൈവവചനം ഒരിക്കലും മാറുന്നില്ല. I was healed miraculously of a particular disease in my body by one minister coming and telling me God is healing you of that sickness. എനിക്ക് എൻ്റെ ശരീരത്തുണ്ടായിരുന്നൊരു രോഗം സൗഖ്യമായി എനിക്ക് കിട്ടി.
അതെങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദൈവദാസൻ ഒരു ശുശ്രൂഷകൻ വന്നിട്ട് പറഞ്ഞു, ദൈവം നിന്നെ ഇപ്പോൾ സൗഖ്യമാക്കുകയാണ്. After a few years, I got it back. And then I was searching for an answer. Different ministers told different things about that. എന്നാൽ കുറെ വർഷങ്ങൾക്ക് ശേഷം അതേ രോഗം തിരിച്ച് വരാൻ ഇടയായി. അങ്ങനെ ഉണ്ടായപ്പോൾ ഞാൻ പല ശുശ്രൂഷകന്മാരെയും പല മിനിസ്ട്രീസിനെ സമീപിക്കാൻ തുടങ്ങി. ഇതിന്റെ ഉത്തരം എന്തായി, ഇതിന്റെ പിന്നിലെ സത്യം എന്തായെന്ന് മനസ്സിലാക്കാൻ. So like that, your experiences will be different. Every 10 years it can change. അങ്ങനെ തന്നെ നിങ്ങളുടെ അനുഭവങ്ങളും ഒരുപക്ഷെ നിങ്ങളുടെ അനുഭവങ്ങളും മാറിക്കൊണ്ടേയിരിക്കും. ഇപ്പോൾ ഉള്ള നിങ്ങളുടെ അനുഭവം ആയിരിക്കണമെന്നില്ല 10 കൊല്ലം കഴിയുമ്പോഴുള്ളത്. But the word of God will never change because it is written. എന്നാൽ വചനം ഒരിക്കലും മാറുന്നില്ല. അത് എഴുതി സ്ഥിരമാക്കി വെച്ചിരിക്കുന്നതായാൽ അത് എന്നും സ്ഥിരമായി തന്നെ ഇരിക്കും. We say word, word, word. What is that? It is the word of whom that matters. നമ്മൾ വചനം അല്ലെങ്കിൽ വാക്ക് എന്ന് പറയുന്നുണ്ടല്ലോ, വേർഡ് വേർഡ് വേർഡ്. ആരുടെ വാക്കാണ് ഇത് എന്നുള്ളതാണ് പ്രധാനം. ആരുടെ വചനമാണ് എന്നുള്ളതാണ് മെയിൻ കാര്യം. He is the God who created everything with His word. ഇത് ദൈവത്തിന്റെ വചനമാണ്. ദൈവം എന്താ ചെയ്തത്? സകലത്തെയും തന്റെ വാക്കിനാൽ സൃഷ്ടിച്ചു. He never changes. ദൈവത്തിന് ഒരിക്കലും ഒരു മാറ്റവും ഉണ്ടാകുന്നില്ല. And whatever He said, He kept it to the point it cost Him so much to send Jesus. കർത്താവ് പറഞ്ഞതൊക്കെയും സ്ഥിരമായത് തന്നെയാണ്. അതിന് ഒരു മാറ്റവും വരുന്നില്ല. അങ്ങനെ മാറ്റം വരാതിരിക്കാൻ വേണ്ടിയിട്ട് തന്റെ സ്വന്തം പുത്രനായ യേശു ക്രിസ്തുവിനെ ഭൂമിയിലേക്ക് അയച്ചു. He created the earth and told man, Adam, and He said, have dominion on this earth. ദൈവം ഭൂമിയെ സൃഷ്ടിച്ചു. എന്നിട്ട് ആദത്തിനോട് പറഞ്ഞു, ഈ സൃഷ്ടിയുടെ മേൽ, ഭൂമിയുടെ മേൽ വാഴ്ച നടത്താൻ. He created it, but He gave it to Adam. So he had to keep that rule. So He had to send His own son as a man. ഭൂമി സൃഷ്ടിച്ച ആരാണ്? ദൈവമാണ്. ദൈവം സൃഷ്ടിച്ച ഭൂമിയെ മനുഷ്യന്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, അതിന്മേൽ വാഴുക. ആ ഒരു വാഴ്ച സ്ഥിരമാക്കാൻ വേണ്ടിയിട്ടാണ് കർത്താവായ യേശുവിനെ അയച്ചത്. At what cost He kept His word? ആദത്തിന്റെ കയ്യിൽ നിന്നും പിശാച് ആ അധികാരം തട്ടിപ്പറിച്ചെടുക്കാൻ നോക്കിയെങ്കിലും കർത്താവ് അതിന് മുന്നമേ തന്നെ ആദത്തിന് വാഴ്ച കൊടുത്തതുകൊണ്ട് ആ ഒരു നഷ്ടപ്പെട്ട വാഴ്ചയെ തിരിച്ചു പിടിക്കാൻ തന്റെ സ്വന്തം പുത്രനെ അയക്കേണ്ടി വന്നു. To the point on that day, He had to keep away. He did not look at Jesus when He cried, "Why have you forsaken me?" തന്റെ വചനം, ദൈവത്തിന്റെ വചനം എത്ര സ്ഥിരമാണെന്ന് നോക്കുക. തന്റെ വചനത്തെ സ്ഥിരപ്പെടുത്താൻ വേണ്ടി കർത്താവ് ഏതറ്റം വരെ പോയി. സ്വന്തം മകന്റെ മുഖത്ത് നിന്നും സ്വന്തം മകൻ ക്രൂശിൽ കടന്നപ്പോൾ തന്റെ മുഖത്തെ ദൈവം മറച്ചു കളഞ്ഞു. It was not easy for Him, but He kept His word. പിതാവായ ദൈവത്തിന് എളുപ്പമായിരുന്നു? ഒരിക്കലുമല്ല. പക്ഷേ തന്റെ വാക്കിനെ ഉറപ്പിക്കാൻ വേണ്ടി ആ അറ്റം വരെ കർത്താവ് പോയി. The law, this is the law. So you know, our system, our legal system is based on the British legal system, which is based on the law, written law. The word of God is law. വചനം ആണ് കൽപ്പന. നമുക്കറിയാം, നമ്മുടെ നിയമവ്യവസ്ഥയെ കുറിച്ച് അറിയാം. ഇന്ത്യയിലെ നിയമവ്യവസ്ഥ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബ്രിട്ടീഷ് നിയമത്തെ അല്ലെങ്കിൽ നിയമവ്യവസ്ഥയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണ്. അവര് ദൈവവചനത്തെ അടിസ്ഥാനമാക്കിയാണ് നിയമം. There is a law where they use as precedence. If somebody has used it ahead, it becomes law and it will be used later. That's the same principle in the word of God. അവിടെ പ്രസിഡൻസ് എന്നൊരു വാക്കുണ്ട്. അതായത് ഒരു കാര്യം ഒരാൾ മുൻപേ ഉപയോഗിക്കുകയോ ചെയ്യുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പിന്നീട് നിയമമായി മാറും. So anywhere in this book, from the beginning to the end, you see a word of God. You can take it and you can claim from the Father and say, you did it for so and so, you have to do it for me, and He will do it. ഈ വചനത്തിൽ, ദൈവവചനത്തിൽ എവിടെയെങ്കിലും ഒരു വാക്യം, ഒരു വചനം, ഒരു വാഗ്ദത്തം നിങ്ങൾ കാണുവാണെങ്കിൽ ദൈവം അത് മറ്റൊരാൾക്ക് വേണ്ടി ചെയ്തു കൊടുത്തൊരു കാര്യമാണല്ലോ. അതേ കാര്യത്തിൽ തന്നെ എടുത്തിട്ട് നിങ്ങൾക്ക് ദൈവത്തിനോട് പറയാം, ദൈവമേ നീ ഈ വ്യക്തിക്ക് വേണ്ടി ഇത് ചെയ്തു കൊടുത്തെങ്കിൽ എൻ്റെ ജീവിതത്തിലും ഇത് ചെയ്ത് തന്നേ മതിയാകും.
He is so holy and faithful to keep His word. ദൈവം പരിശുദ്ധനാണ്, ദൈവം വിശ്വസ്തനാണ്. തന്റെ വചനം നടത്തിയെടുക്കാൻ, നിവൃത്തിയാക്കിയെടുക്കാൻ ദൈവം വിശ്വസ്തനാണ്. Now just let's look at some scriptures. We're talking about the word, but I am speaking. We have to read the word. Let's read Psalm 119:89. സങ്കീർത്തനം 119 അതിന്റെ 89 വാക്യം. It says, "Forever, O Lord, your word is settled in heaven." അവിടെ നമുക്ക് ഇങ്ങനെ വായിക്കാം, യഹോവേ നിന്റെ വചനം സ്വർഗ്ഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്നു. That faithfulness is unto all generations. You have established the earth and it abides. നിന്റെ വിശ്വസ്തത തലമുറയോളം ഇരിക്കുന്നു. നീ ഭൂമിയെ സ്ഥാപിച്ചു, അത് നിലനിൽക്കുന്നു. They continue this day according to your ordinances for all are thy servants. Unless your law has been my delight, I should then have perished in mine affliction. അവർ ഇന്നുവരെ നിന്റെ നിയമപ്രകാരം നിലനിൽക്കുന്നു. സർവ്വ സൃഷ്ടികളും നിന്റെ ദാസന്മാരല്ലോ. നിന്റെ ന്യായപ്രമാണം എന്റെ പ്രബോധം ആയിരുന്നെങ്കിൽ ഞാൻ എന്റെ കഷ്ടതയിൽ നശിച്ചു പോകുമായിരുന്നു. All of 119 Psalm is beautiful on the word, right? But just that one line to remember, forever it is settled in heaven if He said it. സങ്കീർത്തനം 119 മുഴുവൻ നമ്മൾ ശരിക്കും വായിക്കേണ്ടതാണ്. ദൈവവചനം എത്ര പ്രധാനപ്പെട്ടതാണെന്ന് ആ ഒരു സങ്കീർത്തനം പറയുന്നു. എന്നാൽ ഈ ഒരു വാക്കൊന്ന് ശ്രദ്ധിക്കുക, ദൈ വേർഡ് ഈസ് സെറ്റിൽഡ്, അങ്ങയുടെ വചനം സ്ഥിരമായിരിക്കുന്നു എന്ന് ഇവിടെ നമുക്ക് വായിക്കാം. Sthiram. In Malayalam it says Thiram, right? In English it says settled. It's like it's fixed. It cannot change. It cannot move. ഒരു കാരണവശാലും ഇളക്കി മാറ്റാൻ പറ്റാത്ത, നീക്കം വരാത്ത ഒന്നാണ് സ്ഥിരം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. The Hebrew word natsah over there also relates to that's the boundary. That's the limit. You can't cross that. ഇതിന്റെ എബ്രായ പദം നത്സാർ എന്ന വാക്കാണ്. അതിന് മറ്റൊരു അർത്ഥം കൂടെ വരുന്നുണ്ട്. ഒരു അതിര് അല്ലെങ്കിൽ അടിസ്ഥാനം അല്ലെങ്കിൽ അത് കടന്നുകൂടാത്ത ഒരു അതിർ എന്ന ഒരു അർത്ഥം കൂടെ ആ വാക്കിന് വരുന്നുണ്ട്. Why? Because when He said it, He will abide by that limit. ദൈവം തന്റെ വാക്ക്, തന്റെ വചനം പറഞ്ഞതുകൊണ്ട് ആ അതിരിനുള്ളിൽ അല്ലെങ്കിൽ അതിനനുസരിച്ച് തന്നെ കർത്താവ് പ്രവർത്തിക്കും. Let's look at Isaiah 55:11. We all know this. Even you may know it by heart. നമുക്ക് യെശയ്യാവ് 55ന്റെ 11 വാക്യം ഒന്ന് നോക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് കാണാതെ അറിയാമായിരിക്കും. My word that goes forth out of my mouth, it shall not return to me void, but it shall accomplish that which I please, and it shall prosper in the thing whereto I sent it. എന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എന്റെ വചനം ആയിരിക്കും, അത് വെറുതെ എന്റെ അടുക്കലേക്ക് മടങ്ങി വരാതെ എനിക്ക് ഇഷ്ടമുള്ളത് നിവർത്തിക്കുകയും ഞാൻ അയച്ച കാര്യം സാധിപ്പിക്കുകയും ചെയ്യും. And you know the verse before that and after that relate to like the rain which goes up and comes down, and it will do what it is meant to do, like the water. The word of God will accomplish the purpose for what it is sent. അതിന് മുൻപുള്ള വചനം നിങ്ങൾക്ക് കാണാമല്ലോ. അതായത് ഒരു മഴ ഭൂമിയിലേക്ക് വീണ് കഴിഞ്ഞാൽ അത് എന്തിനു വേണ്ടി അതിനെ അയച്ചു അതത് സാധിച്ചു തന്നെ എടുക്കും. അതുപോലെ വചനവും എന്തിനു വേണ്ടി വചനം അയക്കപ്പെട്ടോ അത് സാധിച്ചിട്ടല്ലാതെ അത് മടങ്ങി പോകില്ല. And all of creation, God had to say it once, and it is still functioning. ദൈവം സകലത്തെയും സൃഷ്ടിച്ചു. എങ്ങനെയാണ് സൃഷ്ടിച്ചത്? തന്റെ വാക്കാലാണ് ദൈവം സകലത്തെയും ഉണ്ടാക്കിയത്. അതിന്നും അങ്ങനെ തന്നെ നിലനിൽക്കുന്നു. And in Psalm 138:2 it says, I will worship toward thy holy temple and praise thy name for thy loving kindness and for thy truth, for thou hast magnified thy word above all thy name. സങ്കീർത്തനം 138:2 നാം ഇങ്ങനെ വായിക്കുന്നു, ഞാൻ നിന്റെ വിശുദ്ധ മന്ദിരത്തെ നോക്കി നമസ്കരിച്ച് നിന്റെ ദയയും വിശ്വസ്തതയും നിമിത്തം തിരുനാമത്തിന് സ്തോത്രം ചെയ്യും. നിന്റെ നാമത്തിന് മീതെ ഒക്കെയും നീ നിന്റെ വാഗ്ദാനം മഹിമപ്പെടുത്തിയിരിക്കുന്നു. A person's name and God's name, all the Jehovah's name that we are good at understanding Him, all of that is great. നമുക്ക് യഹോവ നാമങ്ങളെ കുറിച്ച് അറിയാമല്ലോ. യഹോവ റാഫ, യഹോവ ഷാലോം, യഹോവ നിസി. എന്നാൽ കർത്താവ് ഇവിടെ എന്താ പറയുന്നത്? തന്റെ വാഗ്ദത്തം തന്റെ നാമത്തിനു മേലും താൻ സ്ഥാപിച്ചിരിക്കുന്നു എന്ന് പറയുന്നു. വാഗ്ദത്തം എന്ന വാക്കുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് തന്റെ വചനത്തെ തന്നെയാണ്.
He's magnified his name above all his name, meaning his word is greater than his name, it says there. കർത്താവിനോട് എന്താ പറയുന്നത്? തൻ്റെ നാമം, കർത്താവിൻ്റെ നാമം എത്ര വിശുദ്ധവും ശ്രേഷ്ഠവുമാണെന്ന് നമുക്കറിയാം. എന്നാൽ തൻ്റെ വചനം, തൻ്റെ നാമത്തിന് മേലെയാണ് ദൈവം സ്ഥിരമാക്കിയിരിക്കുന്നത്. Because keeping your word is your reputation, is your name. That's how a man is also determined, is how you keep your word. അതെ, അതായത് ഒരു വ്യക്തി താൻ പറഞ്ഞ വാക്ക് എത്രമാത്രം പാലിക്കുന്നു അതനുസരിച്ചാണ് നാം ആ വ്യക്തിയുടെ സ്വഭാവത്തെ മനസ്സിലാക്കുന്നത്. അപ്പം ദൈവം അങ്ങനെ തന്നെ, ദൈവം തൻ്റെ വാക്ക് ഫുൾഫിൽ ചെയ്യുന്ന ദൈവമാണ്. തൻ്റെ വാക്ക് ഒരിക്കലും മാറ്റാത്ത വ്യക്തിയാണ്. Why we are giving so much importance to the word is now regarding healing. If we can see scriptures through the Bible, anything that he said, he will keep it. നാം എന്തുകൊണ്ടാണ് രോഗസൗഖ്യത്തെ കുറിച്ച് പറയുമ്പോൾ വചനത്തെ കുറിച്ച് പറയുന്നത്? രോഗസൗഖ്യത്തെ കുറിച്ച് വചനത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവം അത് സ്ഥിരമാക്കി തന്നെ വെക്കാൻ, ദൈവം അത് നടത്താൻ പ്രാപ്തനാണ്. ദൈവം അത് അങ്ങനെ തന്നെ ചെയ്യും. Anything we speak regarding God, it has to be according to his word. I cannot say anything. Any topic we teach, everything should be based on the word of God. എന്ത് കാര്യത്തെക്കുറിച്ച് നാം പഠിച്ചാലും, ദൈവത്തെക്കുറിച്ച് നാം പഠിക്കുകയാണെങ്കിൽ പോലും എൻ്റെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല ശരിക്കും പഠിക്കേണ്ടത്, വചനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ദൈവത്തെക്കുറിച്ചായിക്കോട്ടെ മറ്റെന്ത് വിഷയത്തെക്കുറിച്ചായിക്കോട്ടെ നാം പഠിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും. And if there are misunderstandings of his word because we have taken it out of context, maybe എവിടെയെങ്കിലും വചനത്തിൽ നിന്ന് നമ്മൾ പഠിക്കാൻ ശ്രമിച്ചു, പക്ഷെ അവിടെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണം എന്ന് പറയുന്നത് സന്ദർഭത്തിൽ നിന്നും അടർത്തി മാറ്റി വചനത്തെ ഉപയോഗിക്കാൻ ശ്രമിച്ചതുകൊണ്ടാണ്. And if we as human beings want to keep our word, we gave a promise to someone, we want to keep that promise. How much more our God, who is there is no limit to his ability. Why should he not keep his word? നമുക്കറിയാം, മനുഷ്യരുടെ ഇടയിലാണെങ്കിൽ പോലും ഒരു വ്യക്തി ഒരു കാര്യം ചെയ്യാം എന്ന് ഏജ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു വാക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അതിനെ എത്രമാത്രം ആദരിക്കുന്നു. ഒരു വ്യക്തിയുടെ സ്വഭാവത്തെ നാം അവരുടെ വാക്ക് കൊണ്ടാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ അത്യുന്നതനായ ദൈവം തൻ്റെ വാക്ക് നടത്താതെ ഇരിക്കുമോ? If we don't keep a word, it's usually because we are not in a position to give. We don't have that. I said that, but now you see I am not able to do that. We apologize at times. But God has no limits. Why should he not do what he promised? നാമൊക്കെ പലപ്പോഴും ചിലപ്പം വാക്ക് നമുക്ക് നമ്മുടെ വാക്ക് ചെയ്യാൻ കഴിയാതെ പോയിട്ടുള്ള സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരിക്കും. ഉദാഹരണത്തിന് ഞാനിപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും തരാമെന്ന് പറഞ്ഞു, പക്ഷേ എൻ്റെ കയ്യിലൊക്കെ ഇല്ല. ആ ഒരു സാഹചര്യത്തിൽ ഞാൻ എന്ത് പറയും? അയ്യോ, എൻ്റെ കയ്യിലില്ല, എനിക്കത് കൊണ്ടുവരാൻ കഴിയില്ല, അതുകൊണ്ട് എന്നോട് ക്ഷമിക്കണം, എനിക്ക് വാക്ക് പാലിക്കാൻ കഴിയില്ല, എന്നോട് ക്ഷമിക്കണമെന്ന് നാം പറയുമായിരിക്കും. എന്നാൽ ദൈവത്തെ സംബന്ധിച്ചിടത്തോളം ദൈവം സർവശക്തനാണ്. ദൈവത്തിന് കഴിയാത്തതായി ഒരു കാര്യവുമില്ല. ആ ദൈവത്തിൻ്റെ വാക്കിനെ നമുക്ക് ഉറപ്പായും വിശ്വസിക്കാം. Now when Mary accepted the word, we see in the word, whenever anybody accepted God's word, somebody said something, a prophecy was given, and if you accept that, you receive that word, then according to that word it will happen. Now we see that in that scripture. Let's read Luke 2:29. Luke 1:38 and 2:29. You will find it in King James here, so I try to, because we are not familiar, I'm trying to read from New King James for you. In 1:38, then Mary said, "Behold the maidservant of the Lord, let it be to me according to your word." And the angel departed from her. And we know it is at that moment she conceived of Jesus. ലൂക്കോസ് 1:38 നമുക്ക് ഇങ്ങനെ വായിക്കാം. അതിന് മറിയം, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് പോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. ദൂതൻ അവളെ വിട്ടുപോയി. ഇങ്ങനെ മറിയ കർത്താവിൻ്റെ വചനത്തെ ഏറ്റെടുത്തതിന് ശേഷം നമുക്കറിയാം മറിയ കർത്താവായ യേശുവിനെ ഗർഭം ധരിച്ചു എന്നാണ്.
So everywhere that according to God's word, when they said according to your word let it be, and you see that God's word is fulfilled as man accepts that word. ഇവിടെ നമുക്ക് കാണാം മേരി കർത്താവിൻ്റെ വചനം സ്വീകരിച്ചപ്പോൾ എന്താണോ അവളോട് പ്രവചിച്ചത് ആ കാര്യം നടന്നു. കർത്താവിൻ്റെ വചനം പോലെ തന്നെ ഭവിച്ചു. കർത്താവായ യേശു ജനിച്ചു. So regarding healing, it's important you clear this and have this as the basis. If God said it, it will happen. It's not that it will happen sometimes, it will not happen sometimes. ഈ ഒരു കാര്യത്തെ ഈ വചനത്തെക്കുറിച്ച് നമ്മൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ വീണ്ടും വീണ്ടും പറയുന്നത്? കാരണം രോഗസൗഖ്യത്തിൻ്റെ കാര്യത്തിലായാലും നാം സ്ഥിരമായിട്ട് എടുക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നടന്നിരിക്കും. അതങ്ങനെ തന്നെ. In John 10, when Jesus was talking about himself, he was saying in verse 35, he says the scripture cannot be broken. If you read John 10:35, യോഹന്നാൻ 10-ാം അധ്യായം അതിൻ്റെ 35-ാം വാക്യത്തിൽ ഇങ്ങനെ കർത്താവ് പറയുന്നു, ദൈവത്തിൻ്റെ അരുളപ്പാടുണ്ടായിട്ടുള്ളവരെ ദേവന്മാരെന്ന് പറഞ്ഞുവെങ്കിൽ തിരുവഴുത്തിന് നീക്കം വന്നുകൂടായല്ലോ. So God's word cannot be broken, and everything we say. So if I say anything, don't accept it because John Lake had it in the manual, Karib Lake taught this, and now I am teaching you. Accept it only if you see it in your word, God's word, in your hand. ദൈവവചനത്തിന് നീക്കം വന്നുകൂടാ. അങ്ങനെയെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ പഠിപ്പിക്കുന്ന കാര്യമാണെങ്കിലും മറ്റ് ഒരു ശുശ്രൂഷൻ പഠിപ്പിക്കുന്ന കാര്യമാണെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ടാണ് സ്വീകരിക്കേണ്ടത് അല്ലെങ്കിൽ തിരസ്കരിക്കേണ്ടത്? ഞങ്ങൾ നിങ്ങളെ പഠിപ്പിച്ചത് കൊണ്ടല്ല, അല്ലെങ്കിൽ ജോർജിലേക്ക് പഠിപ്പിച്ചത് കൊണ്ടുമല്ല. ദൈവത്തിൻ്റെ വചനത്തിൽ ഇത് പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അത് സ്ഥിരമാണ്, അത് സത്യമാണ്, ഞാനത് സ്വീകരിക്കുന്നു. അതായിരിക്കണം നമ്മുടെ മനോഭാവം. അല്ലാതെ ചില സമയത്ത് ഓക്കെ ദൈവവചനത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നടത്തുമായിരിക്കും, ചില സമയത്ത് ദൈവവചനത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നടക്കില്ലായിരിക്കും എന്നല്ല. ദൈവവചനത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് 100% സത്യവും സ്ഥിരവുമാണ്, അത് നടക്കുക തന്നെ ചെയ്യും എന്ന് നാം ഏറ്റെടുക്കണം. So I want to conclude this part with this statement as saying there is a difference between truth and fact. ഈ ഒരു സെഷൻ അവസാനിപ്പിക്കുന്നതിന് മുൻപ് ഒരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ. സത്യവും വിവരവും അല്ലെങ്കിൽ ഇൻഫർമേഷൻ വിവരവും തമ്മിൽ വ്യത്യാസമുണ്ട്. Now science will go by what you call as data or fact or reports. ശാസ്ത്രം മുൻപോട്ട് പോകുന്നത് ഫാക്ട് അഥവാ വിവരങ്ങളുടെയും യാഥാർത്ഥ്യങ്ങളുടെയും അടിസ്ഥാനത്തിലാണ്. That is based on logic, reasoning, based on the 5 senses. നമ്മുടെ 5 ഇന്ദ്രിയങ്ങളെയും നമ്മുടെ യുക്തിയെയും ബുദ്ധിയെയും അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണ് വിവരം അല്ലെങ്കിൽ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. But the truth will never change. പക്ഷേ സത്യം അല്ല യാഥാർത്ഥ്യം, സത്യം ദൈവവചനമാണ്. But if you stand on the truth, the facts will change. സത്യം എന്താണ്? സത്യം ദൈവവചനമാണ്. നമുക്ക് മീഡിയ വഴിയും അല്ലെങ്കിൽ മാധ്യമങ്ങൾ വഴിയും ശാസ്ത്രത്തിലൂടെയും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് യാഥാർത്ഥ്യങ്ങളും അനുഭവങ്ങളും വിവരങ്ങളും മാത്രമാണ്. എന്നാൽ സത്യമാകുന്ന ദൈവവചനത്തിൽ നാം സ്ഥിരമായി നിൽക്കുകയാണെങ്കിൽ വിവരങ്ങളും യാഥാർത്ഥ്യങ്ങളും അനുഭവങ്ങളും മാറും. So when Paul said in Ephesians 6, having done all, stand. So it's not like you have to stand forever and keep waiting forever. No, we have to make the fact change, the truth, the facts, the reports change. എഫീസർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽപ്പാൻ പറയുന്നുണ്ട്. അതിൻ്റെ അർത്ഥം എന്താ? ഞാൻ ഇങ്ങനെ നിൽക്കുക, 1 മാസമായി നിൽക്കുന്നു, 1 കൊല്ലമായി നിൽക്കുന്നു, അങ്ങനെ നിൽക്കുന്ന കാര്യമല്ല പറഞ്ഞത്. ദൈവവചനം എന്ന സത്യത്തിൽ നാം വിശ്വസിച്ച് കഴിയുമ്പോൾ നമ്മുടെ സ്ഥിതിഗതികൾ മാറും, വിവരങ്ങൾ മാറും. This coming back to that, this will not change. So other things have to change. My understanding of the word has to change. That's what we're going to try to do in these 3 days. ദൈവവചനം മാറാനേ പോകുന്നില്ല. നമ്മുടെ അനുഭവങ്ങൾക്കനുസരിച്ച് ദൈവവചനത്തെ നമുക്ക് മാറ്റാൻ കഴിയത്തില്ല, ദൈവത്തിൻ്റെ മനസ്സിനെയും നമുക്ക് മാറ്റാൻ കഴിയത്തില്ല. ദൈവവചനം അനുസരിച്ച് നമ്മുടെ മനസ്സിനെ രൂപാന്തരപ്പെടുത്തുകയാണ് നമ്മുടെ കടമ.
If at all there is a different way we've understood it, is because it has been taught to us differently based on experiences. നമ്മുടെ മനസ്സിലാക്കലുകൾ ദൈവവചനത്തിൽ പറയുന്നതിൽ നിന്നും വ്യത്യസ്തമാണെങ്കിൽ അതിൻ്റെ കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ നമ്മെ പഠിപ്പിച്ചത് തെറ്റായിട്ടായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ അനുഭവങ്ങളെ അടിസ്ഥാനപ്പെടുത്തി നമ്മൾ പല കാര്യങ്ങളെ മനസ്സിലാക്കിയത് തെറ്റായിട്ടായിരിക്കാം. അങ്ങനെയുള്ള ചിന്താഗതി വചനത്തിനനുസരിച്ച് മാറ്റുകയാണ് വേണ്ടത്. Like I started with the first session and I said that commission, and I showed you believer. What a believer is, you have to see it in context. What it meant in verse 15, 16 and then look at 17. ഉദാഹരണത്തിന് ഞാൻ സെഷൻ 1 തുടങ്ങിയപ്പോൾ തന്നെ ബിലീവർ എന്നുള്ള വാക്ക്, വിശ്വാസി എന്നുള്ള വാക്ക് എന്താണെന്ന് നിങ്ങളെ എടുത്ത് കാണിച്ചല്ലോ. നാം വചനം മനസ്സിലാക്കുമ്പോൾ അതേത് സാഹചര്യത്തിൽ പറഞ്ഞിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയിട്ട് വേണം അതിനെ ഉൾക്കൊള്ളാൻ. Then the second, you see it in context and it should be supported in more than one place. So I showed you from 3 Gospels the same thing. വചനം നാം മനസ്സിലാക്കുമ്പോൾ എങ്ങനെയായിരിക്കണം? ഒന്ന്, സന്ദർഭത്തിന് അനുസരിച്ച്, ആ ഏത് സന്ദർഭത്തിൽ പറഞ്ഞു, ഏത് സമയത്ത് ആണിത് പറഞ്ഞത് എന്ന് ആദ്യം മനസ്സിലാക്കണം. സന്ദർഭത്തിന് പുറത്ത് വചനത്തെ എടുത്ത് വ്യാഖ്യാനിക്കാൻ ശ്രമിക്കരുത്. 2, ഒന്നിലധികം സ്ഥലത്ത് ഇതേ കാര്യം പറഞ്ഞിരിക്കണം. ഞാൻ നിങ്ങളെ കാണിച്ചല്ലോ, ഒരു 2-3 ഭാഗത്തു നിന്നും, മത്തായിയുടെ സുവിശേഷത്തിൽ നിന്നും മർക്കോസിന്റെ സുവിശേഷത്തിൽ നിന്നും അപ്പോസ്തല പ്രവൃത്തികളിൽ നിന്നുമൊക്കെ ഒരേ കാര്യം നിങ്ങളെ എടുത്ത് കാണിച്ചു. So with this we take a break and come back 10 minutes. ഒരു ചെറിയ ബ്രേക്ക്.